ശരിക്കും ഫുള്ള് കോടങ്ങ് മൂടി. അവിടെ നോക്കിയേ, നല്ല രസമുണ്ട്. ഈയൊരു ഹലോ കപ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നത്തെ ട്രിപ്പിന് ഇറങ്ങിയേക്കുവാണ്. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണേ? ഇല്ലിക്കൽക്കല്ലേ. കുറച്ചായി പോണം വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്, ഒരുപാട് വെയിലുമില്ല, ഒരു മൂടി ക്ലൈമറ്റാണ്. നമ്മൾ മാമലക്കണ്ടം പോയ ആ ഒരു ക്ലൈമറ്റാണ്, അത്രയും മഴയൊന്നുമില്ല. അപ്പോൾ ഇന്ന് പിന്നെ ഇല്ലിക്കൽക്കല്ല് പിടിക്കാൻ വിചാരിച്ചു. ഒന്ന് പോയി നോക്കാന്നുണ്ട്. പിന്നെ അറിയാലോ അവിടെ കോട, കാറ്റ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളപ്പോൾ പോകുന്ന റൂട്ട് കൂത്താട്ടുകുളം വഴി അങ്ങനെയാ പോകുന്നത്. സോ ബ്ലോക്ക് ആവുമോ എന്തോന്ന് അറിയില്ല. സൺഡേ ആണ്. ഇപ്പോൾ നമ്മൾ കാക്കനാട് ഇൻഫോ പാർക്ക് റോഡിലോട്ട് കയറുകയാണ്. പക്ഷേ ഇച്ചിരി തിരക്കുണ്ട്, ഒരുപാട് അങ്ങനെ ഫ്രീ ഒന്നല്ല. അത് ഓൾമോസ്റ്റ് നമ്മൾ ഈ സമയത്ത് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ കുറച്ച് ആ റോഡ് തിരക്കില്ലാതിരുന്നാ മതിയായിരുന്നു. ഇറങ്ങണം എല്ലാരും, എന്നാലും ഞങ്ങളും തിരക്കിത്തെ ഒരു ഭാഗമാണ്. പക്ഷെ തിരക്കില്ലാതെ കിട്ടുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എല്ലാം ഭയങ്കര കാമായിട്ട് പീസ്ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു 100 ആൾക്കാരുടെ ഡെയിലി കോട ഇങ്ങനെ കിട്ടുന്നതും ഒരു 10 ആൾക്കാരുടെ ഡെയിലി കോട കിട്ടുന്നതും നല്ല വ്യത്യാസമല്ലേ? ആസ്വദിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് വളരെ റഷ് കുറവുള്ളപ്പോഴാണ്. എനിവേ നമ്മളെങ്ങനെയാണെങ്കിലും നമ്മൾ റെഡിയാണ്. ഇപ്പോൾ മഴയ്ക്കായിട്ട് സ്പോട്ടിൽ അങ്ങനെ കുറവാണ് ആൾക്കാർ. നമ്മുടെ ഇതേ പ്രാന്തം വൈബൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. ഗൂഗിളിൽ ക്ലോസ്ഡ് അല്ല എന്നാ കാണിക്കുന്നത്. നമുക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടം ഹിൽ ഏരിയാസാണ്. അല്ലാത്ത സൈഡ് ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് താല്പര്യമില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹൈ റേഞ്ച് പിടിക്കാനാണ്. അവിടെയാണ് നമ്മളുടെ മഴ, കാട്, ഫോഗ്, തണുപ്പ് ഇതൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. ഹരം കൂടും, ഫീലിങ്സ് കൂടും, ഭംഗി കൂടും, അതെ, എല്ലാം അങ്ങ് മാറി. ശരിക്കും എറണാകുളത്ത് ഉള്ളവർക്ക് ഇതൊക്കെ ഭയങ്കര അടുത്തുള്ള. ഇപ്പൊ വണ്ടിയില്ല, ഞങ്ങളിതേ ഇപ്പോ സമയം 1:45 ഞങ്ങൾ ഇപ്പോഴാണ് ഇവിടുന്ന് ഇപ്പൊ ഇൻഫോ പാർക്ക് റോഡാണിത്. അപ്പൊ ഇപ്പൊ ഇറങ്ങിയുള്ളൂ. ശരിക്കും നമുക്ക് ഒരു 1.5 ഡേ അല്ലെങ്കിൽ നൈറ്റ് ആവും തിരിച്ചെത്തുമ്പോൾ ഒരു 1 ഡേ കൂട്ടാം. 1 ഡേ കൊണ്ട് പോയി വരാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടുകളാണ് ഇതൊക്കെ. നല്ല അടുത്താ. അപ്പൊ നമുക്കൊരു ഒറ്റ സ്ട്രെച്ചിൽ പിടിച്ചിട്ട് പോയി വരാം. മാത്രമല്ല ഈ ഒരു ട്രാഫിക്കിന്റെ ചൂടിന്റെ ഒക്കെ ഇടയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മൊത്തൊരു പച്ചപ്പിലോട്ട് അങ്ങ് കയറി പോകുമ്പോൾ ഭയങ്കര ഫീലാ. ഇപ്പൊ കുറെ പേരുണ്ടായിരിക്കും വർക്ക് ചെയ്ത് വെറും വർക്ക് ഫാമിലി മാത്രമാകും, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നല്ല, നമുക്ക് ഇറങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറങ്ങാം. ഇതെല്ലാം മാറ്റി വെച്ച് നമുക്ക് ഇറങ്ങാം. എനിക്ക് തോന്നുന്നു കുറെ പേര് അതത്രേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇറങ്ങാം, വർക്ക് ചെയ്യുക, പറ്റുന്ന പോലെ ഏൺ ചെയ്യുക, എത്രയാണോ രൂപ പറ്റുന്ന പോലെ എക്സ്പ്ലോർ ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ ചെയ്യുക. അത് ശരിയാണല്ലോ. ഇത് ഞങ്ങളൊരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ, മോട്ടിവേഷൻ വീഡിയോ ഒന്നുമല്ല. അതൊരു ഭയങ്കര ഫീലാണ്. തിരക്ക് കുറച്ച് കുറഞ്ഞു കേട്ടോ. നമ്മളുടെ സിറ്റി വിട്ടപ്പോൾ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു. ഓൾമോസ്റ്റ് കാലിയാണ് റോഡ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മളുടെ ഈ കാക്കനാട് ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ആ ഒരു സിറ്റി വ്യൂ അങ്ങനെ ഇങ്ങോട്ട് മാറി കിട്ടും. ഞങ്ങളെപ്പോഴും അതിങ്ങനെ ശ്രദ്ധിക്കും, അത് പറയാറുണ്ട്. നമ്മൾ ആ ഒരു ടൗണിൽ തന്നെ കിടന്നിട്ട്
പെട്ടെന്ന് കാക്കനാട് അതൊരു ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നത് വരെ നമ്മളുടെ കയറുമ്പോൾ അതിന് കഴിഞ്ഞ പിന്നെ ആ ഒരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ അങ്ങ് മാറി 2 സൈഡും ഫുൾ പച്ചപ്പായിട്ട് റോഡാണ്. പെട്ടെന്ന് ഒരു ഗ്രാമത്തിലോട്ടൊക്കെ അല്ലെങ്കിൽ വന്നൊരു ഫീൽ. അത് ഞങ്ങൾക്ക് ആക്ച്വലി ഒരു കാരിയർ ഹിഞ്ച് ഒക്കെ മാറ്റാനുള്ള പ്ലാൻ ഉണ്ട്. ഫസ്റ്റ് ആക്ച്വലി ഹിഞ്ചും കാരിയറും വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരിയർ ഞങ്ങൾ ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്, അപ്പം അതൊന്ന് മെല്ലെ വെക്കണം. ഹിഞ്ചും വെക്കണം. ഹിഞ്ച് നമ്മളുടെ പ്രോമാൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒന്ന് കണ്ടു, അതൊന്ന് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. റോഡൊക്കെ കണ്ടില്ലേ, കാലിയായി കിടക്കുക. പക്ഷെ നല്ല തിരക്ക് കുറവാട്ടോ. അത് പിന്നെ നമ്മൾ പോകുന്ന ടൈം ഉച്ചയ്ക്കായിരിക്കും. ഞങ്ങൾ ഒട്ടുമിക്കവാറും കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ലേ, ഞങ്ങളെപ്പോഴും ഈ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ടാണ് ഞങ്ങൾ പോവാറ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 2000-ന്റെ ഫ്യൂവല് കിടപ്പുണ്ട്. നമുക്ക് ഇതിൽ ഫ്യൂവലിന്റെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അതായത് ഭയങ്കര മൈലേജ് ഷോർട്ടായിട്ട് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വാൽപ്പാറ ഒരു 3000-ന് ഫിൽ ചെയ്തിട്ടാണ് റൗണ്ട് ട്രിപ്പ് അടിച്ച് വന്നത്. അതായത് ഇവിടുന്ന് നേരെ ചാലക്കുടി, മലക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചി, പാലക്കാട് വഴി നമ്മൾ കൊച്ചിക്ക് വന്നത് ഒരു 3000-നുള്ള ഫ്യൂവൽ അടിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ശരി, ബീച്ചിലൊക്കെ പോയി. ഇവിടുന്ന് ഒരു 10-20-30 കിലോമീറ്റേഴ്സ് ഞങ്ങൾ ഓടിക്കാണും. അതുകൊണ്ട് മൈലേജിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഇതിൽ കാണിക്കുന്നത് 14.1 ഒക്കെയാണ്. പക്ഷെ നമുക്ക് 40 എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടി ഇത്രയും അത്യാവശ്യം പവറും ഉണ്ടല്ലോ. ഈ ഒരു വെഹിക്കിൾ ഇത് ഈ ഒരു മൈലേജിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടാണ് ഇത് തോന്നിയത്. മാനേജബിൾ ആണ്. ഒരുപാട് ചീപ്പല്ല, പക്ഷെ ഞങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ആയിട്ട് തോന്നുന്നുണ്ട്. അത് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. എനിവേ ഇതിന്റെ നമ്മൾ ഓവറോൾ നോക്കണം. ഇതിന്റെ റൈഡിങ് പൊസിഷൻ ആസ് എ ട്രാവലേഴ്സ് ഈവൻ താർ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഫ്യൂൽ കോസ്റ്റ് ആണെങ്കിലും റൈഡിങ് കംഫർട്ട് മൊത്തത്തിൽ പവർ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഏത് റോഡിലൂടെ എടുത്ത് കയറി പോകാനുള്ള ഫുൾ കോൺഫിഡൻസ്. അതേപോലെ ഗട്ടർ റോഡാണെങ്കിലും അങ്ങനെ ബോഡി റോളും അല്ലെങ്കിൽ വരുന്നില്ല, മേത്ത് അറിയുന്നില്ല. ഇപ്പൊ ഹൈവേയിലാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലത്തെ നോർമൽ റോഡിലാണെങ്കിലും നമുക്ക് ഭയങ്കര ഒന്നാമത് ഇതിന്റെ ഈ ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സാധനം കേട്ടോ. കാരണം നമ്മള് ഒന്നാമത് കുറച്ച് ഹൈറ്റിൽ ഇരിപ്പുള്ളതുകൊണ്ട് നമുക്ക് നല്ല വിഷൻ കിട്ടും. അതായത് ഇപ്പൊ ഒരു കുറച്ച് തിരക്കുണ്ടല്ലോ ഈ ഒരു പുത്തൻകുരിശ് റോഡല്ലേ, നമ്മള് പുത്തൻകുരിശ് വഴിയാട്ടോ പോണേ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത് താറിന്റെ കാര്യം. അപ്പൊ ഇതിന്റെ ഡ്രൈവിംഗ് പൊസിഷൻ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്കിപ്പോ ഒരു കാറോ ബൈക്കൊക്കെ മുന്നിൽ വരികയാണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട് തോന്നി. നമുക്ക് വ്യൂ അടിപൊളിയാണ്. അതായത് കമ്പയർഡ് ടു ക്വിഡ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരുപാട് കാറും കാര്യങ്ങളൊന്നും ഓടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഓടിച്ച ഇത് വളരെ കുറവാണ്. സ്റ്റിൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മൾ ക്വിഡ് നിന്ന് ഇതിലോട്ട് മാറിയ കാര്യം പറയുന്നത്. ക്വിഡ് ഇത് മാത്രമല്ല, നമുക്ക് ആ ഒരു ഹൈറ്റ് ഉള്ള കാറ്, ആ ഒരു ഹാഷ് ബാക്ക് കാർസ് ഇതിലോട്ട് പോകുമ്പോൾ ഇപ്പൊ ഈവൻ സെഡാനാണെങ്കിലും നമുക്ക് ഹൈറ്റ്, ഇതിന്റെ പൊസിഷൻ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിഷനാണ്. ബസ്, ലോറി, വലിയ പെട്ടി വണ്ടിയൊക്കെ മുന്നിൽ വന്നാൽ മാത്രമേ നമുക്ക് ഒരു വിഷൻ അത് ബാധിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാറിന്റെ മേൽ കൂടെ അതിന്റെ ഫ്രണ്ടിൽ കാണാം. അപ്പൊ
കുറച്ച് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ നമുക്കിത് ഇവിടുന്ന് ഇപ്പൊ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ഇത് ഈ കാറിന്റെ 2 കാറിന്റെ ഫ്രണ്ടിൽ വല്ല വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കാണാം. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസും ആണ്, സേഫ് ആയിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ ഷാരു പറഞ്ഞ പോലെ നമുക്കിപ്പോ റോഡിൽ നിന്ന് ഇച്ചിരി ഇറക്കണം, ഇതൊന്നും ഒരു ടാസ്ക് ആയിട്ടേ തോന്നില്ല. നമ്മൾ ആ ഒരു സ്പീഡ് അങ്ങനെ ഇറങ്ങി പോവാം, അത്രേ ഉള്ളൂ. നമുക്കത് കോൺഫിഡൻസിൽ നമുക്കത് ഇറങ്ങി പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോ കുറച്ച് മോശം റോഡാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് അടി തട്ടുക പിന്നെ അത് ഇതിന് പറയേണ്ട കാര്യമല്ല താറിന്റെ ഇതില് നമുക്ക് അങ്ങനത്തെ. പക്ഷെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ മുന്നേ ഇതൊക്കെ ഞങ്ങൾക്ക് കൺസേൺ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോ കിഡും കൊണ്ട് പോകുന്ന സമയത്ത് ഓരോ ചാട്ടത്തിലും നല്ല അടി കിട്ടും, പിന്നെ അടിമുട്ടുക. ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് പോലെ കുഴിക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഫ്രണ്ട് സൈഡ് ഇടിക്കുക, ഇതൊക്കെ ഞങ്ങളുടെ ഒരു കൺസേൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും അതുമായിട്ട് കമ്പയർ ചെയ്യല്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. കാരണം കമ്പയർ ചെയ്യാൻ പറ്റിയ വണ്ടിയല്ല രണ്ടും. സ്റ്റിൽ ഞങ്ങൾക്ക് ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പറയുന്നത്. ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് മൂവാറ്റുപുഴ കോലഞ്ചേരി, ആ റോഡാണ് നമ്മൾ പോകുന്നത്. വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളി ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് റോഡ്, അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് ഓൾമോസ്റ്റ് ഇപ്പൊ ശരിയായിട്ടുണ്ട്. ചെറുതായിട്ട് റോഡ് സൈഡ് ഒക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്തോ സ്ലാബ് ഇടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കൂത്താട്ടുകൾ എത്തിയിരിക്കുന്നു. കൂത്താട്ടുകുളത്തുനിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വാഗമൺ വീഡിയോ ഇട്ടില്ലേ, വാഗമൺ പോയ സെയിം റൂട്ട്. ഇനി നമുക്ക് ഡീവിയേഷൻ വരുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടെ പോണം. ഇവിടുന്ന് ഇനി ഒരു 59 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത് വ്യൂ പോയിന്റിലോട്ട്, അതായത് ഇല്ലിക്കൽക്കല്ല് വ്യൂ പോയിന്റിലോട്ട്. കൂത്താട്ടോളം എത്തുന്നേ ഉള്ളൂ. ഇത് അഞ്ചൽപേട്ട്. കൂത്താട്ടോളത്തേക്ക് ഒരു 6 കിലോമീറ്റർ. ഇവിടെ വരുന്ന വഴിക്കൊക്കെ പൈനാപ്പിൾ തോട്ടം കൊറേ കണ്ടു. ഞങ്ങളിപ്പോ ഇങ്ങനെ സംസാരിച്ച് പോകുന്നപ്പോ പെട്ടെന്ന് എത്തിയ പോലെ. ഇനിയൊരു 1 hour 31 minutes നമുക്കുണ്ട്. റോഡൊക്കെ നമുക്ക് ആരുമില്ല, ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇന്ന് എന്തായിരിക്കും തിരക്ക് ഇത്രയും കുറയാൻ കാരണം? സൺഡേ ആയിട്ട് അതോ മഴയായിട്ട് ഇനി ആരും അങ്ങനെ പുറത്തിറങ്ങുന്നില്ലേ? ഞങ്ങൾ ആക്ച്വലി നല്ല തിരക്ക എക്സ്പെക്ട് ചെയ്തത്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ അപ്പോഴാണ് അറിയണ്ടാവുക. പക്ഷെ പോണ റൂട്ടിൽ തിരക്കൊന്നുമില്ല, ഭയങ്കര കാലിയായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ നമുക്ക് പോകുമ്പോഴും എവിടെയും ഇതുവരെ എവിടെയൊന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ചില ജംഗ്ഷൻസ്, മെയിൻ ജംഗ്ഷനിൽ എത്തുമ്പോൾ മാത്രം നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചവിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ എംപ്റ്റി അപ്പൊ ഇങ്ങനെ സംസാരിച്ച് ഒരുപാട് ഹറിബറി ഇല്ലാതെ ഒരു മയത്തിൽ ഇങ്ങനെ പോകാൻ ഭയങ്കര രസം. ഒരുപാട് സ്പീഡ് പോകുമ്പോൾ നമുക്ക് എന്താ പറയാ, ഇവിടുന്നല്ല അന്നൊരു ചേച്ചി മാങ്ങ അറുത്തിട്ട് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഈ പോകുന്ന സമയത്ത്, നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ഇൻസിഡൻസ് നമ്മൾ മെമ്മറിയിലോട്ട് വരും. വീണ്ടും സ്ഥലത്ത് കൂടെ പോകുമ്പോ വെറുതെ ഇരിക്കുമ്പോ ചിലപ്പോ ഇൻസിഡന്റ് ഓർമ്മ വരില്ല. നമ്മൾ ഇതിൽ കൂടെ പോകുമ്പോഴായിരിക്കും ഇവിടുന്നല്ലേ ഇവിടുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അത് രസം. 2 സൈഡും നല്ല മരങ്ങൾ, അതും റബ്ബറും ഉണ്ട്, അല്ലാത്ത മരങ്ങളും ഉണ്ട്. അതുകൂടെ ഈ ചെറിയ റോഡിൽ 2 സൈഡും നല്ല പച്ചപ്പ് കാണുമ്പോൾ നല്ല ഭംഗി. ഇവിടെയുള്ള വീടുകള് ഒരു പ്രത്യേക ഭംഗി കേട്ടോ. അത് കുറച്ച് മുന്നേ, അതായത് വീടിന്റെ 4 പുറം അത്യാവശ്യം മുറ്റം നന്നായിട്ടുണ്ട്. പിന്നെ ചിലരത് പുൽമേടും കാടിന്റെ പച്ചപ്പിന്റെ ഉള്ളില് ഒരു വീട് മാത്രമല്ല, അതിന് കോമ്പൗണ്ട് അടിപൊളിയാ. കോമ്പൗണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാമൻ ക്വൈറ്റ് ഏരിയ ആണ്. പിന്നെ വീടൊക്കെ അത്യാവശ്യം നല്ല വലിയ വീടാണ്, നല്ല മുറ്റം ഒക്കെ ഉള്ള വീടുകളാണ്. അത് നല്ല പുൽമേടും അല്ലെങ്കിൽ മരങ്ങളോ ചെടികളൊക്കെ വെച്ച് പിടിച്ചിട്ടുള്ള അങ്ങനത്തെ ഒന്നും, കോൺക്രീറ്റ് ആയിട്ട് അങ്ങനെയൊന്നും അല്ല. നമ്മൾ അന്ന് വാഗമണ്ണ് പോയ സെയിം റോഡ് കൂടെ പോണേ. നീ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടോ. നീ ഉദ്ദേശിച്ച ഇല്ലിക്കൽക്കല്ല്, ഞാൻ ഉദ്ദേശിച്ച ഇല്ലിക്കൽക്കല്ല് വേറെ ആയിരിക്കും.
മാപ്പ് ഒന്നും കൂടെ നോക്കട്ടെ. ഇതിപ്പോ ഞങ്ങളന്ന് വാഗമൺ പോയ സെയിം വഴിയാണ്. അതന്നെയാണോ നോക്കട്ടെ. കൺഫേം ചെയ്ത് ബാക്കി പോവാം. ദൂരെ മലകളൊക്കെ കാണുന്നുണ്ട്. അതാണോ ഇല്ലിക്കൽ കല്ല് ഒന്നും അറിയില്ല. സെയിം മലയായിരിക്കും. ഇവിടുന്ന് നമ്മള് ലെഫ്റ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്യണം കേട്ടോ. അതായത് ദുഃഖം. ഇവിടുന്ന് നമ്മള് ലെഫ്റ്റ് എടുക്കുവാണ്, നേരെയാണ് വാഗമണ് പോവാ. ഇല്ലിക്കൽ കല്ല് ബോർഡ് ഉണ്ട്. നമ്മള് മാത്രല്ലേ ഉള്ളൂ. ഈ ചേട്ടൊക്കെ ഇവിടുത്തെ നാട്ടുകാരെ വന്നു. ഇനി ഇവിടുന്ന് വീണ്ടും റൈറ്റ് കേട്ടോ. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന്, ജംഗ്ഷന്റെ പേര് എക്സാക്ട്ലി അറിയില്ല, ഇവിടുന്ന് നേരെ ഇല്ലിക്കൽ കല്ല് ഇതേ ബോർഡ് കാണുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ റൈറ്റ് എടുക്കുക. റോഡ് നോക്ക്, രണ്ട് സൈഡും കാടാണ്. ഇത് റബ്ബറുണ്ട്. എനിവേ രണ്ട് സൈഡും നല്ല മരങ്ങളും, മുന്നിൽ മല, മൊത്തൊരു ഫോറസ്റ്റ് പ്രതീതി വന്നിട്ടുണ്ട്. മൂട് മാറി ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത്ര നേരം വളവും തിരിവും ട്രാഫിക്കും, ഒരുപാട് ട്രാഫിക് ഇല്ല, പക്ഷെ നോർമൽ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ ഇങ്ങനെ വരികയായിരുന്നു. ഒരു സിറ്റി റൈഡ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് റൈഡ് കിട്ടിയപ്പോൾ ഒരു എനർജി കയറി വന്നു. നമുക്കിങ്ങനെ പോയേക്കാം. മുന്നില് മല കാണാൻ നല്ല ഭംഗിയുണ്ട്. കോട കിട്ടുമോ എന്ന് അറിയത്തില്ല, കാരണം നമുക്ക് യെസ്, ആ മലയുടെ ഏറ്റവും മീതെ കോട കാണുന്നുണ്ട്. പക്ഷെ ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുമ്പോഴത്തേക്ക് മഴ ഉണ്ടായിരുന്നു. ഇപ്പം മഴയൊന്നുമില്ല. ഇപ്പം മാമലക്കണ്ടത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മലയിൽ നോക്കുമ്പോൾ താഴെ കോട ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കോടയില്ല, പക്ഷെ മലയുടെ ഏറ്റവും ടോപ്പിൽ കോട കാണുന്നുണ്ട്. സോ കോട കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല. കോട കിട്ടിക്കഴിഞ്ഞാൽ വേറെ മൂടായി. ആ മലയുടെ ഒക്കെ ടോപ്പിൽ നന്നായിട്ട് കോട ഉണ്ട്. കോട കിട്ടണമെന്നാണ് ഉള്ളില്. എന്താവും അറിയില്ല. ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ പോകുന്ന സമയം എല്ലാം ആയിട്ട് അങ്ങ് കോട വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ മൂടല്ലേ. ഇനി നമ്മൾ ഫസ്റ്റത്തെ ഹെയർ പിൻ തിരിയാണ്. ഒന്നേ ഉള്ളൂ തോന്നുന്നു. ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. കാരണം റോഡിന്റെ വീതി കുഴപ്പമില്ല, പക്ഷെ വളവ്, തിരിവ്, ഇറക്കം, കയറ്റം ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. സോ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി പെട്ടെന്ന് കണ്ടുവെന്ന് വരില്ല. നമ്മൾ ട്രാക്ക് നോക്കി പോകണം. അടിപൊളി. റൈറ്റ് സൈഡിൽ നല്ലൊരു പുഴ, ഒരു അരുവി ഒഴുകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു തൂക്കുപാലൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല. അത് ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെ ഉണ്ടോന്നും അറിയത്തില്ല. നമുക്ക് നേരെ വിടാം. ശരിക്കും ഈ മഴക്കാലത്ത് ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോഴത്തേക്കുള്ളൊരു മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വാട്ടർഫോൾസ് ആട്ടോ. സാധാരണ നമ്മൾ പോകുന്ന സമയത്ത് ഇത് വെള്ളം വരുന്ന സ്ഥലമാണെന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ നമ്മൾ മഴയുള്ള ടൈമിലൊക്കെ വരുവാണെങ്കിൽ അത് കൂടെയൊക്കെ വെള്ളം കാണും. അത് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ, ഈ പച്ചപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ പോകുന്ന സമയത്ത് അത് കാണുമ്പോൾ ഭയങ്കര ഫീലാണ്. ശരിക്കും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എനർജി ഇങ്ങ് കയറൂലേ, ഒന്ന് ബൂസ്റ്റ് ആവും. സോ അതപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് കേട്ടോ. നേരെ പോകരുത്. ഇവിടുന്ന് ഇല്ലിക്കൽ കല്ലിന്ന് ബോർഡുണ്ട്, അവിടുന്ന് ലെഫ്റ്റ് നേരെ വീണ്ടും കയറണം. ഇവിടുന്ന് അത്യാവശ്യം നല്ല കയറ്റുണ്ട്. ഒരു ഹെയർ പിൻ. ഇതിലൊരു വീട് നോക്ക്, അതിന്റെ ഫ്രണ്ടിൽ ഒരു ആനയുടെ പടമുണ്ട്. ഫ്രണ്ടില് മല നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സോറി, നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇതേ ഒരു വെള്ളച്ചാട്ടം നോക്ക്. ആക്ച്വലി ഇതൊരു അരുവിയാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഏറ്റവും തിരിവ് ഒരുമിച്ച് മച്ചാനെ മെല്ലെ വായോ. നല്ല അവർ വന്ന് തന്നെ അങ്ങനെ അങ്ങ് വരിക ചെയ്തത്. നന്നായിട്ട് ശ്രദ്ധിച്ചു വരണം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വണ്ടി വന്ന് അടിക്കും. അതാണ് ഇല്ലിക്കൽ. ഇത് നമ്മളുടെ മുന്നിൽ കാണുന്നുണ്ട്, അതാണ് തോന്നുന്നു ഇല്ലിക്കൽ കല്ല്. ഞങ്ങൾ ആക്ച്വലി പറയാൻ പറ്റും, ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങോട്ട് വരുന്നത്. സോ ഞങ്ങൾക്കും അങ്ങനെ എക്സാക്റ്റ് ഇത് അറിയൊന്നുമില്ല. ഞങ്ങളും ആദ്യമായിട്ട് കാണാൻ, ആദ്യമായിട്ട് റൂട്ട് ഇവിടെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഇല്ലിക്കൽ കല്ല് കാണാം കേട്ടോ. നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല ഭംഗിയുണ്ട്. അവിടെ കോട ഇങ്ങനെ ചെറിയ രീതിയിലുള്ള കോടയുള്ളൂ മേലിൽ. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിവേ നമുക്ക് നോക്കി നോക്കാം. ഇല്ലിക്കൽ കല്ല്. ഇപ്പോൾ
മല അടിവാരത്തിലെത്തി. നമ്മൾ അത്യാവശ്യം നല്ല ടോപ്പിൽ എത്തുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് എത്തി. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇപ്പോ ഇതിലെന്താ വെച്ചാൽ ഇത്രയും കയറ്റം കയറിയിട്ടൊക്കെ വന്നിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കണത് ഇവര് ഫ്യൂൽ എന്തുമാത്രം അടിക്കുന്നുണ്ടാവുന്ന. ഇപ്പൊ ഒരു കാറാണെങ്കിൽ ഇത് കയറി വരണ്ടേ, മൈലേജ് നമുക്ക് ഹൈവേ കിട്ടുന്ന പോലെയോ അല്ലെങ്കിൽ സിറ്റി കിട്ടുന്ന പോലെ എന്തായാലും ഇവിടെ കിട്ടില്ലല്ലോ. ഇത് ഇവിടെ കഥാണല്ലോ വീടുണ്ട്. ഇവരെങ്ങനെ ട്രാവലിങ് എങ്ങനെയാന്ന് അറിയത്തില്ല. ഇവർക്ക് മേ ബി ബൈക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ജീപ്പൊക്കെ ആയിരിക്കും. ഇതില് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്തായാലും ഇത് കൂടെ ഉണ്ടാവുമായിരിക്കില്ല, എനിക്കറിയില്ല. നമുക്കത് മേളിൽ ചോദിച്ചു നോക്കാം. അടുത്ത ഹെയർപിന് നമ്മള് ഒരു ഇടയ്ക്ക് വെച്ചിട്ട് നല്ല വെറും കയറ്റം മാത്രം കയറണേ. അതായത് അത് ചുമ്മാ അങ്ങനെ കയറി നല്ല സ്റ്റീപ്പായിട്ടുള്ളതാ. ഒറ്റയടിക്ക് നമ്മൾ മേളിലെത്തുന്ന പോലെയാ. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഗേറ്റ് ഇവരെ കയറാൻ പറ്റുമോ? നമ്മൾ ആ ഗേറ്റും കയറി വരുവാണ്. ഇപ്പൊ മൂടായി. ഷാരു ഇപ്പൊ ഓക്കെ ആയി. ഇപ്പൊ ഷാരു ഓണായിട്ടുണ്ട്. ഇത്ര നേരം ആ ഒരു വഴി കുറച്ച് വളവന്തിരൊക്കെ ആയിട്ട് ഇപ്പൊ രണ്ട് കാട് നല്ല വ്യൂ ഒക്കെ കണ്ടു തുടങ്ങിയപ്പോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഫീൽ ചെയ്യുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓണാവും. രണ്ടും ഓണാവണം, അപ്പോഴാണ് ആ ഒരു മൊത്തം ഫീൽ കിട്ടുക. വെൽക്കം ടു ഇല്ലിക്കൽ പ്രവേശനം പാസ് മൂലം. എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മുടെ വണ്ടി പോകത്തുള്ളൂ. പാർക്കിംഗ് മേലുണ്ട്. അത് കഴിഞ്ഞ് മിക്കവാറും ജീപ്പിൽ വേണ്ടി വരും പോവാൻ. സോ നമുക്ക് പാർക്കിംഗ് എവിടെ വെച്ചാൽ അവിടെ നമ്മുടെ ചെക്കനെ പാർക്ക് ചെയ്തിടാം. എന്നിട്ട് ബാക്കി ഇത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ നമുക്ക് മേലോട്ട് പോവാം. എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ. സോ ഇവിടുന്ന് അങ്ങോട്ട് നമുക്കൊന്നും പോകാൻ പറ്റില്ല. നമുക്കിവിടെ പാർക്കിംഗ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം, എന്നിട്ട് ബാക്കി. നമുക്കിത് എവിടെ പാർക്കിംഗ് ഇല്ല. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, റോഡ് പോലെ ഇല്ല. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ തിരക്ക് കാണുമായിരിക്കും. ഇവിടെ നമുക്കപ്പോ പാർക്കിംഗ് ഇതിന്റെ ഉള്ളിലില്ല. ഇതാണ് ശരിക്കും പ്രോപ്പർ പാർക്കിംഗ്. അപ്പൊ നമുക്ക് ആ താഴെ വന്നപ്പോ കുറെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നമുക്ക് എവിടെയെങ്കിലും സൈഡാക്കാം, വഴിയിൽ നിർത്താം. അവരെടുക്കുന്നുണ്ട് വണ്ടി. നമുക്ക് അങ്ങോട്ട് പോയാലോ? അവരെടുക്കുക, അങ്ങോട്ട് പോയാലോ? വിലക്ക് അവിടെ വണ്ടി എടുക്കുന്നുണ്ട്. സോ നമുക്ക് അങ്ങോട്ട് കയറ്റാൻ പറ്റും നോക്കാം. ചേട്ടാ ചെരുപ്പൊക്കെ കിട്ടും. പാർക്കിംഗ് ഫുൾ ഒരു ബോർഡ് വെച്ചൂടെ അല്ലേ? ഈ ജീപ്പിലാവൂലേ കൊണ്ടുപോവാ? ഫൈനലി നമുക്ക് ഒരു പാർക്കിംഗ് കിട്ടി. നമുക്ക് താഴേക്ക് പോകേണ്ടി വന്നില്ല. ഞങ്ങൾ അവിടുന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചേട്ടൻ വണ്ടി എടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വിട്ടു. ഇനി നമുക്കിത് അവിടുന്ന് നടന്നു പോവാം, ജീപ്പിൽ പോവാം. അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും എങ്ങനെ നോക്കാം, എന്നിട്ട് അല്ലേ അങ്ങനെ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇറങ്ങി ടിക്കറ്റ് ഒക്കെ എടുക്കട്ടെ, എന്താ അവസ്ഥ എന്നൊക്കെ നോക്കട്ടെ കേട്ടോ. സോ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ജീപ്പിന് ഒരാൾക്ക് 60 രൂപ, എൻട്രി ഫീ 20 രൂപ. അപ്പം നമുക്ക് ഇത് എപ്പോഴടയ്ക്കാന്ന് പറഞ്ഞാൽ 5:50 താഴത്തെ നമ്മൾ കണ്ടില്ലേ വരും. കൗണ്ടർ അല്ല, ഗേറ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവർ പോയി കഴിഞ്ഞാൽ പിന്നെ തുറക്കില്ലാതെ. സോ നമുക്ക് നടന്നു പോകണ്ട, ജീപ്പിന് പോയിട്ട് വരാം. ടൈം ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വഹിക്കാത്തത്. എങ്ങനെയുണ്ട്? എവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കോട ദൂരെ കാണാം. ഇത്ര ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ കയറാൻ. നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇതിൽ കൂടെയാണ് പോവുക. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇടിമിന്നൽ സാധ്യത പ്രദേശം. ജീപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ജീപ്പ് അവിടെ കൊണ്ടുവിട്ടിട്ട് വരും. അവരിങ്ങനെ ട്രിപ്പ് അടിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത അടിസ്ഥാനത്തിൽ ഒരു ഈ ചേട്ടൻ പുള്ളിക്കാരങ്ങളിലെ പുള്ളി ടിക്കറ്റ് വാങ്ങി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ അതിനനുസരിച്ചിട്ട് കയറ്റി വിടും. ഹോൺ കേൾക്കാം ജീപ്പിൻ്റെ കേട്ടോ. ദേ വരുന്നു.
ഇതിലിനി ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരും. അവരിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ടുപോകും. ഒരു ജീപ്പ് എത്തി, രണ്ടാമത്തെ ജീപ്പ് ഇതേ വരുന്നു. സോ നമ്മൾ ജീപ്പ് കയറി ഫ്രണ്ട് സീറ്റ് കിട്ടിട്ടോ, രണ്ടുപേരും കൂടെ ചേട്ടൻ കയറി പിടിക്കട്ടെ. ഞങ്ങളപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിലെത്തിക്കുവാണ്. ഇതിപ്പോൾ ജീപ്പ് നമ്മളെ കൊണ്ടുവിടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് നടന്ന് കയറാണ്ട്. അപ്പം എന്നാൽ ബാക്കി കാണാം. നല്ല നല്ല ക്ലൈമറ്റ്, തണുപ്പുണ്ട്, അടിപൊളി. സോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ വേസ്റ്റ് ഇടാം. ഇത് കൂടെ വേണം കേട്ടോ കയറി പോവാൻ. അപ്പോൾ ചെരുപ്പിൽ രണ്ടാളുടെയും കോമഡിയാണ്, പക്ഷെ കുഴപ്പമില്ല. ക്യാമറ ഞാൻ പിടിക്കാം, നീ ഫ്രീ ആയിട്ട് വാ. ഇവിടെ കുറച്ച് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല വ്യൂ കേട്ടോ. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് കയറാനുണ്ട്. ഇതായി കാണുന്നതാണ് നമ്മളുടെ സാക്ഷാൽ ഇല്ലിക്കൽ കല്ല്. ശരിക്കും ഫുള്ള് കോടങ്ങ് മൂടി. അവിടെ നോക്കിയേ, എന്ത് സീൻ വ്യൂ. എങ്ക പാത്താലും ഫ്രീ. മൊത്തം ഫോഗ് മുടി അല്ലേ? ഇതേ അടിപൊളിയൊരു സാധനം. ഇതെങ്ങനെ കയറും? ഇത് കൂടെ കയറാം. ആ ഞാൻ പിടിക്കാം. ക്യാമറ ഒന്നും പറ്റില്ല. ഒരു മിനിറ്റ് അവിടെ നിന്നോ. അവിടെ ഞാൻ പിടിക്കാം. തലടിച്ചോ? ഒരു നില ഇവിടെ തിരക്കുറവില്ലേ ഈ ഒരു സൈഡ്? ഷാരുവിന്റെ തലയിടിച്ചു ഗൈസ്. വാ കേറി വാ. ട്രക്കിങ്ങിന് പോകേണ്ട ആൾ കയറി വരുന്നതല്ലേ? പറ്റും, വാ, സുഖമായിട്ട് വരാ. ഇത്രേ ഉള്ളൂ. കണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ഹൈറ്റ് പേടിയില്ലാത്ത ആളല്ലേ? അതൊക്കെ ഹൈറ്റ് ഒന്നും പേടില്ലാത്ത ആളാണ്. വാ 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 വാ. അതിനെ പിടിച്ചു വാ. കഴിഞ്ഞു. നമ്മൾ ടോപ്പിലെത്തി. ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്.
നൈറ്റിലും വ്യൂ അങ്ങോട്ട് നോക്കി അവിടെ അതിൻ്റെ മേളിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അത് എവിടെയാണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു പുള്ളിക്കാനായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകണം എന്തായാലും. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ട്രെക്ക് ചെയ്ത് കയറുന്നതാണ്. സോ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ, രക്ഷയില്ലാത്ത വ്യൂ. കോടയൊക്കെ വന്ന് കോട വരുന്നതാണെന്ന് തന്നെ എന്ത് ഭംഗി അറിയോ. നമ്മൾ ഇത് കൂടെ വന്ന വഴി ഇവിടുന്ന് ഒരു വൈഡ് വ്യൂ എന്ന് പറഞ്ഞ ഒരു 360 വ്യൂ ഇവിടുന്ന് കിട്ടും. കണ്ടോ, രക്ഷയില്ല. അങ്ങനെ നമ്മൾ താഴെത്തി. താഴെ വന്ന ജീപ്പ് ഉണ്ട്, 5:30 വരെ ഉള്ളൂ. ഇപ്പം 5:45. അവർ 5:50 താഴത്തെ ഗേറ്റ് അടയ്ക്കുന്നു പറഞ്ഞു. സോ പെട്ടെന്ന് പോട്ടെ. ചിലപ്പോൾ 6 മണിയൊക്കെ ആയിരിക്കും, അറിയില്ല. എഴുതി വെച്ചിരിക്കുന്ന 6 മണി. ഈ ജീപ്പ് ഫുള്ളായി, മറ്റേ ജീപ്പ് ഫുള്ളായി പോയി. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അല്ല, ഇപ്പം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എല്ലാവരും അങ്ങനെ തന്നെ. നമുക്ക് ഈ തട്ടി കയറി ശീലമില്ലാത്തതുകൊണ്ടേ. ഓ, എന്ത് ഭംഗി അവിടെ. എനിക്ക് നോക്ക്, സൺലൈറ്റ് ഇങ്ങനെ വരുന്നത് അടിപൊളി. ജീപ്പ് ഇനി വരും കേട്ടോ, കുഴപ്പമില്ല. ജീപ്പ് വരില്ലാന്നൊരു വരും, അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പം നമ്മൾ വേണമെങ്കിൽ 8 മണി വരെ അവിടെ ഇരിക്കും. അധികം വേറെ ലെവൽ ഫീൽ കേട്ടോ. ഇവിടെ കാറ്റ് കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ അടിപൊളിയാണ്. ഞങ്ങളൊരു 5 മണിക്ക് ഇവിടെ എത്തിയത്. നല്ല രസമുണ്ട്. ഈയൊരു നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് തുറന്ന് താഴെ ഒരു ഗേറ്റ് ഉണ്ട്, അടുക്കാൻ സമ്മതിക്കില്ല. അയ്യോ, അടിപൊളിയല്ലേ. കയറുന്ന പോലെ അല്ല കേട്ടോ, ഇറങ്ങുമ്പോ കുറച്ച് സീനാണ്. ഇറങ്ങുമ്പോ ഇത് ഫീലാണ്. പക്ഷെ ഇത് അതേപോലെ ഹെയർപിൻ വരുമ്പോ നമുക്ക് അപ്പുറത്തോട്ട് പോകുന്നൊരു പേടിയാണ്. നൈസായിട്ടിട്ട് ശരിക്കും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് വൺ ഡേ കൊണ്ട് സുഖമായിട്ട് ഇതൊക്കെ പോയി വരാം, കവർ ചെയ്യാം. താഴെ ഒരുപാട് വണ്ടികളുണ്ട്. നമ്മുടെ മുന്നിലൊരു ജീപ്പുണ്ട്. കുറെ പേര് നടന്നു വരുന്നുണ്ട് കേട്ടോ. അവര് പിന്നെയും ജീപ്പ് മുകളിലോട്ട് പോകുന്നു. അടുത്ത ആൾക്കാരെ എടുക്കാൻ പോവാം. അവിടെ ലാസ്റ്റ് ഉള്ളവരെ വരെ എടുത്തിട്ട് വരും. എല്ലാരും വേണം. ക്ലൈമറ്റ് ആണ്, നല്ല മഴ ആവുന്നതിന് മുന്നേ എല്ലാവരും ആയോ. അത്യാവശ്യം തണുപ്പുണ്ട്. നമുക്കിത് നമ്മളുടെ ചെക്കൻ അതേ നിൽക്കുന്നു. ഇവിടെ നമുക്ക് 5:30 വരെയാണ് തോന്നുന്നത് എൻട്രി ഉള്ളത്. ഞങ്ങളൊരു 5 മണിക്കേ കയറിയത്. അപ്പോൾ അവർ പറഞ്ഞത് 5:50 താഴെ ഗേറ്റ് അടയ്ക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ എല്ലാവരും ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കൗണ്ടർ ക്ലോസ്ഡ് ആണ്. എത്തുവാണെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാം. ഞങ്ങൾ വേഗം ടൈം ഇതിൽ പറഞ്ഞപ്പോൾ എങ്ങാനും അടച്ചു പറഞ്ഞാൽ കുടുങ്ങിയില്ല. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. എല്ലാവരും നേരത്തെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാം. സോ അപ്പം നമുക്ക് ഇവിടുന്ന് വിട്ടാലോ. അങ്ങനെ നമ്മൾ ഇറങ്ങാണ്. നല്ലൊരു ഡ്രൈവാണ് ഇതുവരെ ഉള്ളത് അല്ലേ. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷനും വേറെ ലെവലാണ്. കാരണം എന്താ വെച്ചാൽ കാണാൻ മല, കാട്. സൺസെറ്റ് ടൈമാണ്. ഇവിടുന്ന് ഇതേ റൈറ്റ് ആണ് ഇലവിഴ പൂഞ്ചിറ. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇവിടുന്ന് റൈറ്റ് കയറി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇലവിഴ പൂഞ്ചിറ കയറി പുള്ളിക്കാനം കാഞ്ഞാർ റോഡിലെത്താം. അപ്പൊ നമ്മൾ അങ്ങനെ എവിടെ എത്തിച്ചേർന്നെന്ന് അറിയോ? എക്സാക്ട്ലി മലങ്കര ഡാമിന്റെ എൻട്രി ഫ്രണ്ടിലോട്ടാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഞങ്ങൾ ഈ റോഡിൽ വന്ന് ചേരാനാണ് പുഞ്ചിറൊക്കെ പിടിച്ച് വന്നത്. സത്യം പറഞ്ഞാൽ മറ്റേ റോഡ് ഭയങ്കരമായിട്ട് വളവും തിരിവൊക്കെ ഉണ്ടാവുകൊണ്ട് കുറച്ച് ശോക. അപ്പൊ പിന്നെ നമുക്ക് ഒറ്റയടിക്ക് പിടിക്കാൻ എളുപ്പം ഈ റോഡാ. അപ്പൊ അതേ നമ്മള് എന്താ പറയാ, എന്തോ ഒരു സന്തോഷം വന്നപ്പോ. ഇത് നല്ല റോഡാ, കാരണം വലിയ വളവും തിരിവും അങ്ങനെ ഫുൾ അങ്ങനെ ഒരു റോഡല്ല. മറ്റേത് നമ്മളിപ്പോ വന്ന വഴി തന്നെ പോവാണെങ്കിൽ കൊറേ വളവുണ്ട്. എനിക്ക് ഹൈ റേഞ്ച് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഈ ട്രാഫിക്കും പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ചടപ്പാവും. അപ്പൊ അതെ നമ്മളങ്ങനെ കുറച്ചേരം സൈഡാക്കി നിർത്തിയേക്കോ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്?
അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ പോവാൻ പറ്റിയ ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് എടുത്ത് പറയണ്ട കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്, ഒരുപാട് തണുപ്പില്ല, തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആണ്. അപ്പൊ കാറ്റും കൂടെ വീശുമ്പോഴത്തേക്ക് വേറൊരു ഫീൽ ആയിരുന്നു. പിന്നെ മഴക്കാലം തുടങ്ങിയെങ്കിലും എന്താ പറയാ ഹെവി റെയിൻഫോളിലേക്ക് പോയിട്ടില്ല. ഇന്ന് ഞങ്ങക്ക് മഴയെ കിട്ടിയിട്ടില്ല. ആക്ച്വലി നമ്മള് മാമലക്കണ്ടം മൂന്നാറൊക്കെ പോകുമ്പോ ഫുൾ മഴയത്താണ്. ഇന്ന് മഴ ഉണ്ടായിരുന്നില്ല, എന്നാ ഒരുമാതിരി വെയിലും അല്ല, ഭയങ്കര മൂടി ഫീല്, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സൺറൈസ് ഒക്കെ ഉള്ള ഒരു മൂടി ക്ലൈമറ്റ്, കൊണ്ട് നിറഞ്ഞ ഒരു തണുത്ത ക്ലൈമറ്റ്. കോട അടിപൊളി. നമുക്ക് ഒരുപാട് തിക്കായിട്ട് കിട്ടിയില്ല, പക്ഷെ ടോപ്പിൽ ഇല്ലിക്കൽക്കലിന്റെ ടോപ്പിൽ എത്തിയപ്പോ അങ്ങനെ കോട വന്ന് ഓഫ്, അത് ഭയങ്കര ഫീൽ ആയിരുന്നു. കോട കിട്ടുമ്പോ തന്നെ നമ്മുടെ ട്രിപ്പിന്റെ ലെവൽ അങ്ങ് മാറുക. അപ്പൊ എന്താ എല്ലാരും ഇറങ്ങേ, എല്ലാരും ഇറങ്ങുക, പൊളിക്കുക, ട്രിപ്പ് പോണം എന്നുള്ളവരൊക്കെ ഇറങ്ങുക, സ്ഥലങ്ങൾ കാണുക, ഇഷ്ടമുള്ള എന്താണോ അതെല്ലാം ചെയ്യാലേ. അപ്പൊ ഒരു വർക്ക് ചെയ്യുക, ഏൺ ചെയ്യുക, ട്രിപ്പ് പോവാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്താ വെച്ചാൽ അത് ചെയ്യാം. ഞങ്ങള് ആക്ച്വലി ട്രാവൽ ലവേഴ്സ് ആവുകൊണ്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യാനാ പറയുന്നത്. സോ അതൊരു വേറെ മൂഡാണ്. ട്രാവലിംഗ് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്, തെറാപ്പിയാണ്. കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യാം, കുറെ ഭയങ്കര ഒരു ഫീല് സാധനം എന്തായാലും. കുറെ കാര്യങ്ങൾ മനസ്സിലാക്ക, ഫീൽ ചെയ്യാ, മൈൻഡൊക്കെ ഭയങ്കര കൂളാക്ക. നമുക്ക് ഇനി കുറെ കാണാൻ കിടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കാണാൻ കിടക്കുവാണ്, ചുറ്റുമുള്ള കാര്യങ്ങൾ എത്ര വലുതാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ. സോ അപ്പൊ എല്ലാരും ഇറങ്ങ് ഉള്ള പോലെ. ഇപ്പോ ഓൺ വെഹിക്കിൾ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടം പോലെ KSRTC എല്ലാം ഉണ്ട്. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ ഓൺ വണ്ടിയോ ബൈക്കോ എങ്ങനെ വെച്ചെടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ് മെയിൻ, അല്ലേ? അപ്പൊ വേറെന്താ, അപ്പൊ എന്നാ ഇവിടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.